നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 4/8/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വിലയിൽ ലാറ്റക്സ് വിലയിൽ കൂടുന്നു. വെളിച്ചെണ്ണ വില തകരുമോ? സ്വർണ്ണവില കുതിക്കുന്നു. കുരുമുളക് വിലയും കൂടുന്നു. നമുക്ക് കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 204, RSS 5 കിലോ 200, ISNL 20 185, ലാറ്റക്സ് 60%, 140 രൂപ 55 പൈസയാണ്. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 204, RSS 5 കിലോ 200 ആണ്. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിന് അനുസരിച്ച് നോക്കുമ്പോൾ ലൂസ് കിലോ 193, ലോട്ട് കിലോ 173 മുതൽ 178. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 136, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102. കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 196, RSS 5 കിലോ 192, ISNL 20 170 മുതൽ 170 പൈസയുമാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. ഇതാണ് രാവിലത്തെ റബ്ബർ വില. രാവിലെ റബ്ബർ ടാപ്പിംഗ് അനുകൂലമായ കാലാവസ്ഥയിലാണ്. മഴ തുടരും. അറബിക്കടലിലും ബംഗാൾ കടലിലും അപ്പർ എയർ സർക്കുലേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലകളിലും ജാഗ്രത വേണ്ടി വരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. വരുന്ന 4-5 ദിവസം ശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നും പറയുന്നു. ഇന്ന് രാവിലെ ഇടവേളകൾ ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഇപ്പോൾ തേങ്ങയ്ക്ക് 2 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി കുറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ ജനങ്ങളും. ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ ഇപ്പോൾ 98, വെളിച്ചെണ്ണ ലിറ്ററിന് നാടൻ വെളിച്ചെണ്ണ ലിറ്ററിന് 480. കൊപ്ര എടുത്തപടി 241, കശുവണ്ടി 115, കൊക്കോ 340, കച്ചോലം 400, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 666, കുരുമുളക് ഗാർബിൾഡ് കിലോ 686, കുരുമുളക് പുതിയത് 656, ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, ജാതിക തൊണ്ടോട് കൂടി 260, കുരുമുളക് വയനാടൻ 660, കുരുമുളക് ചേട്ടൻ 650 ആണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ അവർ 8-ാം തീയതി കേരളത്തിൽ വരികയാണ്. അതിക്രമങ്ങൾക്കും അന്യായമായി തുറങ്കിലടച്ചതിൽ പ്രതിഷേധിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ആലപിച്ചും വിവിധ സംഘടനകളാണ് വൻ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത FIR റദ്ദാക്കുക, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അനുവദിക്കുക, കള്ളക്കേസ് എടുപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തിയത്. എന്തായാലും നമ്മുടെ നാട്ടിൽ സമാധാനം പുലരട്ടെ എന്ന് പറഞ്ഞതിൽ കൂടെ ഈ വീഡിയോ അവസാനിക്കുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.